എത്യോപ്യൻ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുണ്ടായ ചാരമേഘം ഇന്ത്യൻ ആകാശത്ത് നിന്നും പൂർണ്ണമായും നീങ്ങിയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ചൊവ്വാഴ്ച രാത്രിയോടെ ചാരം പൂർണ്ണമായും ചൈനയിലേക്ക് നീങ്ങിയെന്നാണ് റിപ്പോർട്ട്. ചാരമേഘം ഇന്ത്യൻ വ്യോമ മേഖലയിൽ പ്രവേശിച്ചതോടെ 20-ലേറെ ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകൾ റദ്ദാക്കുകയും പലതും വഴിതിരിച്ചു വിടുകയും ചെയ്തിരുന്നു. നിലവിൽ വിമാന സർവീസുകൾക്കുള്ള DGCA തുടരുമെന്നാണ് വിവരം. 10,000-ലേറെ വർഷമായി നിർജ്ജീവമായിരുന്ന ഹെയ്ലി ഖപ്പി അഗ്നിപർവ്വതമാണ് ഞായറാഴ്ച പൊട്ടിത്തെറിച്ചത്. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുണ്ടായ ചാരമേഘം ഇന്ത്യൻ ആകാശത്ത് നിന്നും പൂർണ്ണമായും നീങ്ങിയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രിയോടെ ചാരം പൂർണ്ണമായും ചൈനയിലേക്ക് നീങ്ങിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ചാരമേഘം ഇന്ത്യൻ വ്യോമ മേഖലയിൽ പ്രവേശിച്ചതോടെ 20-ലേറെ ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകൾ റദ്ദാക്കുകയും പലതും വഴിതിരിച്ചു വിടുകയും ചെയ്തിരുന്നു. നിലവിൽ വിമാന സർവീസുകൾക്കുള്ള DGCA തുടരുമെന്നാണ് വിവരം. 10,000-ലേറെ വർഷം നിർജ്ജീവമായിരുന്ന ഹെയ്ലി ഖപ്പി അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത്. ജനവാസം ഇല്ലാത്ത മേഖലയിലായതിനാൽ നാശമില്ല. എന്നാൽ അഗ്നിപർവ്വതത്തിന്റെ കരിയും പുകയും കിലോമീറ്ററുകൾ ഉയരത്തിലും ദൂരത്തിലും പരന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുകയുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുണ്ടായിരുന്ന ചാരമേഘം ഇപ്പോൾ ഇന്ത്യൻ ആകാശത്ത് നിന്നും പൂർണ്ണമായി നീങ്ങിയെന്ന ആശ്വാസകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം അല്ലെങ്കിൽ സ്ഥിരീകരണമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ചൊവ്വാഴ്ച രാത്രിയോടെ ചാരം പൂർണ്ണമായും ചൈനയിലേക്ക് നീങ്ങിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ചാരമേഘം ഇന്ത്യൻ വ്യോമ മേഖലയിൽ പ്രവേശിച്ചതോടെ 20-ലേറെ ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകളും റദ്ദാക്കുകയുണ്ടായിരുന്നു. പലതും വഴിതിരിച്ചു വിടുകയും ചെയ്തിരുന്നു. നിലവിൽ വിമാന സർവീസുകൾക്കുള്ള DGCA തുടരുമെന്നാണ് പുറത്തുവരുന്ന വിവരം.